ശ്രീകോവിലോ ചുറ്റമ്പലമോ പ്രതിഷ്ഠയോ ഇല്ലാതെ ആൾക്കാരെ ആരാധനാമൂർത്തിയായി സങ്കല്പിച്ച് ജാതിമത ഭേദമന്യേ സമസ്ത വിശ്വാസികളും ആരാധന നടത്തുന്ന ഈ ക്ഷേത്രം ആചാരങ്ങളാലും പൂജാകർമ്മങ്ങളാലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വേറിടുന്നത്. നിരവധി പുണ്യകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമ്മുടെ മലയപ്പന്റെ ഈ മണ്ണ് ഇന്നൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുകയാണ്. മലനിരയിലെ 7 കരക്കാരുടെ ചിരകാല സ്വപ്നമായ ദുര്യോധന കൺവെൻഷൻ സെന്റർ ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. പ്രദേശവാസികൾ, സഹോദരങ്ങൾ, കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല, ചിലപ്പോൾ ചുറ്റുവട്ടത്തെ പ്രദേശത്തുനിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്ന് ചടങ്ങുകൾ നടത്താനുള്ള അങ്ങനെ ഒരു പാങ്ങില്ലാത്തവർക്ക് പോലും ക്ഷേത്ര സമിതിയെ സമീപിക്കാവുന്ന തരത്തിലുള്ള ഒരു വാടകയുടെ ഘടനയാണ്. സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ മകളുടെ കല്യാണം നടന്നപ്പോൾ പോലും ചിലപ്പോൾ ഒരുപാട് അങ്ങനെ ഒരു അത്രയും ആർഭാടമില്ലെങ്കിൽ പോലും വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ കല്യാണം നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺമക്കളുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, പ്രദേശത്തുമുണ്ടാകും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് കുറ്റം പറയാൻ